ഹായ് ഗൈസ്, എൻ്റെ ഈ വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടി 2019 6 വർഷമായി ഞാൻ എടുത്തിട്ട്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ മാറ്റിയേക്കുന്ന 2 പാർട്സ് എന്ന് പറയുന്നത് ഒന്ന് ടയറും പിന്നെ ഒന്ന് ചെയിനുമാണ്, ചെയിൻ സ്പോക്കറ്റും. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യമുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ കെയർ ചെയ്യാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ട് നമ്മൾ എയർ ചെക്ക് ചെയ്യണം. അതല്ലെങ്കിൽ എയർ കുറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ ടയറിന് തേയ്മാനം പെട്ടെന്ന് വന്ന് തുടങ്ങിയാൽ പിന്നെ രക്ഷയില്ല, ബുമ്മ് പറഞ്ഞിട്ട് പോയി തീരും. അങ്ങനെ ഇതുവരെയായിട്ട് ഞാൻ 4 ടയർ ഓൾറെഡി മാറ്റിക്കഴിഞ്ഞു. അന്ന് പറയുന്നത് സ്പോക്കറ്റ്, ചെയിൻ സ്പോക്കറ്റ് 3 പ്രാവശ്യം മാറ്റിക്കഴിഞ്ഞ് 4ാമത് മാറ്റാതായി നിൽക്കുകയാണ്, ഇപ്പോൾ ഉടനെ മാറ്റാൻ പോവാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ശാംശങ്കർ എടുത്ത വണ്ടിക്ക് അവൻ ബെൽറ്റാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാനും ബെൽറ്റ് മാറ്റാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അവൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ എനിക്കൊരു മടുപ്പ് തോന്നി. അവൻ ബാംഗ്ലൂർ പോകണ വഴിക്ക് ടയർ മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് കടകളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് തൃശ്ശൂർ തുടങ്ങിയിട്ട് ഒരു 4-5 കടയിൽ കയറിയിട്ടും ആരും മാറ്റി കൊടുക്കണം ഈ ബെൽറ്റ് കാണുമ്പോൾ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എന്നാൽ ചെയിൻ്റെ അതേ സിസ്റ്റം തന്നെ ബെൽറ്റിലുള്ളത്, പക്ഷേ ആൾക്കാർക്ക് അത് കാണുമ്പോൾ പേടിക്കും. എന്നിട്ട് ലാസ്റ്റ് ഒരു അപ്പൻ ഇത്തിരി പ്രായമുള്ളൊരു അങ്ങള് പുള്ളി മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞ് മാറ്റി കൊടുത്തു. അവൻ ബാംഗ്ലൂർ പോയി, തിരിച്ചു വന്നത് രാത്രിയായിരുന്നു. വീട്ടിലെത്തി, കുഴപ്പമൊന്നുമില്ലാണ്ട് എത്തി ഭാഗ്യത്തിന്. പക്ഷേ വീട്ടിൽ വന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ബെൽറ്റിൻ്റെ ഒരു അരഭാഗത്തോളം പുറത്തോട്ട് ചാടി നിൽക്കുന്നത്. അല്ലെങ്കിൽ അലൈൻമെൻറ്റ് കറക്റ്റ് ഇടുന്നെങ്കിൽ എന്തായാലും ചാടിപ്പോകും. ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കൊള്ളൂല എന്ന് പറഞ്ഞല്ല കേട്ടോ. അപ്പോൾ ഇതും പിന്നെ 16,750 രൂപയാണ് ബെൽറ്റ് കിറ്റിൻ്റെ വില. ഇത് വെറും റോളുകൊണ്ട് അതിന് 1,850 രൂപയുള്ളൂ ചെയിൻ സ്പോക്കറ്റ്. ഞാൻ ഓൾറെഡി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഇത്ര എക്സ്പെൻസ് ഇടുന്നതിന് നല്ലത് നമുക്ക് സിമ്പിളായിട്ട് പിന്നെ എവിടെ ചെന്ന് അല്ലെങ്കിൽ കിട്ടുന്ന ഒരു സാധനം. ബെൽറ്റൊക്കെ എവിടെയെങ്കിലും വെച്ച് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും കിട്ടില്ല, അറിയാലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കേസ് അപ്പോൾ നിങ്ങൾ ബെൽറ്റ് ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെൽറ്റിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനെന്തായാലും ചെയിൻ തന്നെയാണ് മാറ്റുന്നത്. നിങ്ങൾക്ക് പക്ഷേ ഇതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക. ബെൽറ്റ് നല്ല സാധനം തന്നെ ഉണ്ടല്ലോ, നല്ല മോശമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ എല്ലാവർക്കും അതിനെപ്പറ്റിയുള്ള ധാരണ കറക്റ്റായിട്ടില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. ഞാൻ മാറ്റാതെ അതുകൊണ്ടൊന്നുമല്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അറിയാവുന്നതുകൊണ്ട് നമുക്ക് എന്തോ നല്ല പഠിച്ച നല്ല എന്താണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ബെൽറ്റ് പൊട്ടിപ്പോയാൽ ഈ പറഞ്ഞാൽ നടക്കില്ല. ഞാനതുകൊണ്ടല്ല നമ്മൾ ഈ പൈസ നോക്കിയിട്ടാണ്, ഇത്രയും പൈസ നമ്മൾ ഒന്നിച്ച് മുടക്കിയിട്ടുള്ള കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഓടിച്ചിട്ട് ഇപ്പോൾ ഷാമിൻ്റെ വണ്ടി ഞാൻ ഓടിച്ചിട്ട് നോക്കിയിട്ട് അതും ഇതായിട്ട് യാതൊരു വ്യത്യാസം ഫീൽ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ബെൽറ്റാണെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് പവർ കൂടുതലോ കാര്യങ്ങളോ അതൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നോർമൽ ഇതിൻ്റെ തന്നെ എഫക്റ്റ് തന്നെ അതിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയട്ടെ. എൻ്റെ അഭിപ്രായം പേഴ്സണൽ അഭിപ്രായമാണ്. എല്ലാത്തിനും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്കിപ്പോൾ ബെൽറ്റ് ഉപയോഗിച്ചിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കറക്റ്റ് അഭിപ്രായം പറയാം. ഞാനപ്പോൾ ഇതിൻ്റെ ചെയിൻ പോക്കറ്റ് ഉടനെ മാറ്റുന്നുണ്ട്. അപ്പോൾ അത് മാറ്റുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ വണ്ടി സ്നേഹിക്കുന്നവർ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. എന്തായാലും ഒരു 500 കിലോമീറ്റർ കൂടുമ്പോഴത്തേക്കും ചെയിൻ്റെ ടൈറ്റ് കാര്യങ്ങൾ, പിന്നെ ഓയിൽ ലൂബ്രിക്കേഷൻ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ എയർ പ്രഷർ കറക്റ്റായിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. ഇത്ര നോക്കി കഴിഞ്ഞാൽ നമ്മൾ സെറ്റപ്പാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയുള്ള കേസ് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.